ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലവ്മീസ് ബോട്ടിക്. ഒരു പഴയ ഷർട്ട് കൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ഒരു ഷോർട്ടും ഒരു ടോപ്പും തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ നിവർത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ സ്ലീവുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അതുപോലെ 2 പീസാക്കി കൊടുക്കുന്നുണ്ട്. കോളറും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ തുന്നി വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ അതിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. അത് നിവർത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൽ ആദ്യം ട്രൗസറാണ് അല്ലെങ്കിൽ ഷോർട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടി തുണിയെ 2 ഭാഗമാക്കിയിട്ട് നേർപകുതിയായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിനെ വീണ്ടും നമുക്കൊരു ഭാഗം കൂടെ ആയിട്ട് മടക്കിയെടുക്കുക കേട്ടോ. അതിൽ നമുക്ക് ഇനി ആവശ്യമായ അളവുകൾ രേഖപ്പെടുത്തി കൊടുക്കുക. 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഇത് തയ്ച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയണം കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അളവുകൾ കൊടുക്കാം. നമുക്ക് ആദ്യം വേസ്റ്റ് അളവാണ് വേണ്ടത്. വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം വേസ്റ്റിൻ്റെ അളവ് എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമുക്ക് സീം അലവൻസ് കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലെങ്ത്ത് എടുക്കുന്നത് 15 ഇഞ്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് അത്ര ഇല്ലാത്തത് കാരണം നമുക്ക് അതിന് പട്ട വെച്ച് കൊടുക്കുക. പട്ടയിൽ ബാക്കിയുള്ള എക്സ്ട്രാ നീളം നമുക്ക് പട്ടയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എലാസ്റ്റിക് പട്ട ബാൻഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയ വേസ്റ്റ് എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതിലേക്ക് 3 ഇഞ്ച് കൂടി സീം അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 8 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ അടിഭാഗത്ത് ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് ക്രോച്ചിൻ്റെ അളവ് എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. സാധാരണയായിട്ട് നമുക്ക് ക്രോച്ച് അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കിട്ടുന്ന സംഖ്യയിലാണ് ക്രോച്ച് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് ക്രോച്ചിൻ്റെ ഭാഗം ലൂസ് കൊടുത്തിട്ട് കർവ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടിങ് കഴിഞ്ഞ് മേൽഭാഗം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ബാൻഡ് വെച്ച് കൊടുക്കണം. ബാൻഡിന് വേണ്ടി നമുക്ക് അളവെടുക്കാം. നമ്മൾ സ്ലീവിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. ആ സ്ലീവിൽ നിന്നും 3 ഇഞ്ച് വീതിയിലും നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണ് അതിൽ ആ 8 ഇഞ്ച് നീളത്തിലുള്ള പീസുകൾ, അതായത് 8 ഇഞ്ച് നിങ്ങളുടെ സ്ലീവ് ഫുൾ സ്ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് എടുക്കാം, അല്ലെങ്കിൽ 4 പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ. 8 ഇഞ്ചിൽ 4 പീസാക്കി എടുക്കാം. 3 ഇഞ്ച് വീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് 2 ഭാഗമാക്കിയിട്ട് നേർപകുതിയാക്കി മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇതിൻ്റെ അടയാളപ്പെടുത്തുക. എക്സ്ട്രാ വരുന്ന പീസ് ഇതിലും കട്ട് ചെയ്ത് ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോക്കറ്റുകൾ കട്ടിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയെടുക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് മൊത്തം നീളം എടുക്കുന്നത് 13 ഇഞ്ചാണ്. ഞാൻ അടിഭാഗത്ത് ചെറുതായിട്ടൊരു പ്ലേറ്റ് ഇട്ടിട്ട് ഒരു ലെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്ര നീളം 13 ഇഞ്ചിൽ എടുക്കുന്നത്. ശേഷം നമുക്ക് ഇതിന് നെക്ക് നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തുക. ആദ്യമായിട്ട് ഷോൾഡർ എടുക്കുന്നത് 5 ഇഞ്ചാണ്. പിന്നെ അത് കഴിഞ്ഞ് ആം ഹോൾ 4.5 ഇഞ്ച് താഴോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെസ്റ്റ് അളവ് എടുക്കാം. ചെസ്റ്റ് അളവ് എടുക്കുന്നത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആം ഹോളിൻ്റെ ഭാഗത്തൊന്ന് കർവ് ചെയ്തിട്ടൊന്ന് നമുക്കത് വരച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേസ്റ്റിൻ്റെ അളവ് കൊടുക്കുക. വേസ്റ്റ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവിനേക്കാൾ 1 ഇഞ്ച് കുറവാക്കി കൊടുക്കുക. അത് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. 1 ഇഞ്ച് കുട്ടികളുടെ കേസിൽ വേസ്റ്റും ബോട്ടം ഒക്കെ ഒരുപോലെ ആയിരിക്കും എങ്കിൽ നമുക്ക് 1 ഇഞ്ച് അവിടെ കുറച്ച് കൊടുക്കുക. അതുപോലെ ഹിപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കത് വരച്ചെടുത്തിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കും കൂടി അടയാളപ്പെടുത്തിയിട്ട് മൊത്തമായിട്ടും കട്ട് ചെയ്യാം. ബോട്ടത്തിൻ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യുമ്പോൾ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി അത് കട്ട് ചെയ്യാം. ഇനി നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും 3 ഇഞ്ച് അളവിലാണ് എടുക്കുന്നത്. നിങ്ങൾ ബാക്ക് നെക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് ബാക്ക് നെക്കാക്കി എടുക്കും. അല്ല ബട്ടണുള്ള ഭാഗത്ത് മുഴുവനായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ 3 ഇഞ്ച് തന്നെ കൊടുക്കേണ്ട, അല്ലെങ്കിൽ തല ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തിട്ട് ശേഷം ബാക്ക് വശം കൂടി ഇതുപോലെ ബാക്ക് ഭാഗവും ഇതുപോലെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് വശത്ത് ശ്രദ്ധിക്കുക, കുറച്ച് നീളക്കുറവുണ്ട്. അതിനാൽ തന്നെ കുറച്ച് പീസ് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനനുസരിച്ച് എക്സ്ട്രാ പീസ് വരുന്ന ഭാഗത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അവിടെ
ഇതാക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലീറ്റിന് വേണ്ടി നമുക്ക് 1.5 ഇഞ്ച് വീതിയിലും ഒരു 48 ഇഞ്ച് നീളത്തിലുള്ള പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം നമ്മൾ ബാൻഡിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസുകൾ ഓരോന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ഭാഗത്തെ ക്രോച്ചുകൾ തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു ഭാഗത്തെ ക്രോച്ചാണ് ആദ്യം യോജിപ്പിക്കുന്നുള്ളൂ. അതിനുശേഷം ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ക്രോച്ചുകൾ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ബാൻഡിൻ്റെ നല്ല വശവും ഷോർട്ടിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാൻഡ് ഭാഗത്തിന് വേണ്ടി ഒരു 1/4 ഇഞ്ച് മേലോട്ടും ബാക്കി 1 ഇഞ്ചിലും വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക കേട്ടോ. ബാൻഡ് വെക്കാൻ വേണ്ടി നല്ല നീറ്റിൽ തയ്ച്ചെടുക്കണം. വലിച്ചു പിടിക്കരുത്. ഒക്കെ കറക്റ്റായിട്ട് തയ്ച്ച് കൊടുക്കണം. ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ വെച്ച് കൊടുക്കാം. അലാസ്റ്റിക് എടുക്കുന്നത് വേസ്റ്റ് അളവിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് അലാസ്റ്റിക് എടുക്കുന്നത്. അലാസ്റ്റിക് ഒരു പിന്നി വെച്ചിട്ട് ആ ഗ്യാപ്പിലൂടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം അലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വലിക്കുന്ന സമയത്ത് അത് ഉള്ളിലിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മറ്റേ വശത്തെ ക്രോച്ച് ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. അലാസ്റ്റിക്കൊക്കെ വലിച്ച് നല്ല രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷമേ മറ്റേ ക്രോച്ചുകളൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ എലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടിഭാഗം നമുക്ക് ഒന്ന് മടക്കി തയ്ക്കണം. അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ മടക്കി തയ്ക്കുന്നത്. 1 ഇഞ്ചിലാണ് ഞാൻ മടക്കി തയ്ക്കുന്നത്. 1 ഇഞ്ച് ഉള്ളിലോട്ടും 1 ഇഞ്ച് വീണ്ടും 1 ഇഞ്ചിൽ എടുത്തിട്ടാണ് മടക്കി തയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ കാലിൻ്റെ ഭാഗങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ട്രൗസറിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രൗസർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഓക്കെ, ആദ്യം ടോപ്പ് സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് വശത്തിൽ കുറച്ച് നീളക്കുറവുണ്ടെന്ന് പറഞ്ഞില്ല. അതിന് വേണ്ടി കുറച്ച് പീസുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നീളം ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കറക്റ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ക്രോസ് പീസുകൾ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഈ സെയിം കളറുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് ചുറ്റും തയ്ച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ക്രോസ് പീസ് മടക്കി തയ്ക്കുക. ഒരു 1/4 ഇഞ്ചിലെടുത്തിട്ട് നിങ്ങളുടെ ക്രോസ് പീസ് എത്ര അളവെടുത്ത് അതിനനുസരിച്ച് മടക്കി തയ്ച്ചെടുക്കുക. അതിനുശേഷം നല്ല വശത്തു കൂടി ഒന്ന് പതിച്ചടി കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടൺ ഒന്നും വേണ്ടെങ്കിൽ അവിടെ ഒന്നും വേണമെങ്കിൽ തയ്ച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആം ഹോള് ഭാഗത്ത് ഞാൻ ക്രോസ് പീസ് വെക്കുന്നില്ല. അത് നേരെ അങ്ങനെ ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ 2 ഭാഗം കൂടി നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഈ പ്ലെയിൻ ഷർട്ടിലായിരുന്നു ഞാൻ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറി ഡിസൈൻ എൻ്റെ സാധാ മെഷീനിൽ തന്നെ ചെയ്താണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലുണ്ട്, ഒന്ന് കയറി നോക്കാവുന്നതാണ്. ഓക്കെ, ഒരുപാട് ഫാസ്റ്റായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ബോറാം, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇനി അതിൻ്റെ സൈഡ് വശങ്ങൾ നമുക്ക് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പ്ലീറ്റിന് വേണ്ടിയുള്ള ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. പ്ലീറ്റിന് വേണ്ടി നമ്മൾ വലിയ നീളം വീതിയൊന്നും ഇല്ലാത്ത തുണി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ എടുത്തിട്ട് ആദ്യം അതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് പ്ലീറ്റ് ഇട്ട് വെക്കാനുള്ള തുണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ പ്ലീറ്റ് ഇട്ട് നമുക്ക് അതിനെ യോജിപ്പിച്ച് കൊടുക്കാം. എൻ്റെ ഫ്രണ്ട്സിനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്ത് മോശം അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് എല്ലാ പ്രചോദനവും നൽകുന്നത്. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. അതിനുശേഷം നമ്മുടെ പ്ലേറ്റുകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ പ്ലേറ്റ് ചെറിയ പ്ലേറ്റുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുന്നിൽ തന്നെ നിങ്ങൾ ടോപ്പ് ഒന്ന് നിവർത്തിയിട്ടിട്ട് അതിന് നീളമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷമേ പ്ലേറ്റുകൾ വെച്ച് കൊടുക്കാവൂ കേട്ടോ. പ്ലേറ്റ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളും പുറമൊക്കെ നോക്കി നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ മടക്കി തയ്ച്ച ഭാഗം പുറം വശത്തേക്കും ടോപ്പിന് നല്ല വശവും ഈ പ്ലീറ്റിന് ഭാഗത്തിൻ്റെ നല്ല വശം എടുത്തിട്ട് തയ്ക്കുക. ആദ്യം കുറച്ച് ഭാഗം പ്ലീറ്റ് ഇടാതെ വെച്ച് തയ്ച്ചെടുക്കുക, എന്നിട്ട് മാത്രമേ പ്ലീറ്റ് ഇട്ട് തുടങ്ങാവൂ.
അങ്ങനെ പതിയെ പതിയെ പ്ലീറ്റ് ഇട്ടിട്ട് മൊത്തത്തിൽ തയ്ച്ചെടുക്കും. മൊത്തമായിട്ട് പ്ലീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു പതിച്ചടി കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ട്രൗസറും ടോപ്പിൻ്റെയും കട്ടിങ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.